പ്രിയമുള്ളവരെ, നമസ്കാരം. കഴിഞ്ഞ 2 ദിവസങ്ങളിലെ ചില വാർത്തകൾ, അവയുടെ വസ്തുതകൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. മാധ്യമങ്ങൾ ആക്രമിക്കപ്പെടുന്നു. സൈബർ ലോകത്ത് മാധ്യമങ്ങൾ വളരെയധികം ആക്രമിക്കപ്പെടുന്നു എന്ന തരത്തിലുള്ള പരിദേവനങ്ങളാണ് ഇപ്പോൾ എവിടെയും മുഴങ്ങിക്കേൾക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട എന്ന് പറയപ്പെടുന്ന മാധ്യമങ്ങൾ അന്തിച്ചർച്ചയിലുമൊക്കെ ഇന്നലെ ചർച്ച ചെയ്തത് ഈ വിഷയമായിരുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവർ പരക്കെ ആക്രമിക്കപ്പെടുന്നു എന്നതൊക്കെയായിരുന്നു. ശരിയാണ്, മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ ഒരു ജനാധിപത്യ രാജ്യത്ത് അവകാശം ഉറപ്പാക്കപ്പെടേണ്ടതായിട്ടുണ്ട്. മാധ്യമങ്ങൾ വിമർശിക്കപ്പെടാം. വിമർശിക്കപ്പെടുന്നതും ആക്രമിക്കപ്പെടുന്നതും രണ്ടാണ്. വ്യക്തിപരമായി അധിക്ഷേപിക്കുക, അസഹിഷ്ണുതയോടെയുള്ള വാർത്തകൾ പടച്ചുവിടുക, ഇത്തരം സംഗതികളോടൊന്നും യാതൊരു തരത്തിലും യോജിക്കുവാൻ കഴിയുകയില്ല. അസഹിഷ്ണുത ശരിയല്ല, അധിക്ഷേപങ്ങളും ശരിയല്ല. പ്രത്യേകിച്ചും വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗികത കലർന്നുള്ള പരാമർശങ്ങൾ, അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. അത് ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടെത്തുകയും അവർക്ക് കൃത്യമായ ശിക്ഷ ഉറപ്പാക്കി കൊടുക്കേണ്ടതിന്റെയും ഉത്തരവാദിത്വം ഭരിക്കുന്ന പാർട്ടികൾക്കുണ്ട്. അവരത് ചെയ്യേണ്ടതുമുണ്ട്. ഇത് ഭരിക്കുന്ന പാർട്ടികളുടെ കക്ഷികൾ മാത്രമാണ് ഇത്തരത്തിൽ ചെയ്യുന്നതെന്നല്ല. വളരെ വലിയ ഗുരുതരമായ രീതിയിലുള്ള അധിക്ഷേപങ്ങളും സംഗതികളും ഒക്കെ എല്ലാ പക്ഷത്തു നിന്നും, ചില പക്ഷത്തു നിന്നും വളരെ ഏറിയ പങ്കും ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കണം. അത്തരം ഒരു അവസരത്തിൽ തന്നെ ഈ മാധ്യമങ്ങളെയും നമുക്ക് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഇവർ ചെയ്യുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണോ ഇവർ ചെയ്യുന്നത്? ഇവർ ഈ അധിക്ഷേപിക്കുന്നു എന്ന് പറയുന്നതിലും അസഹിഷ്ണുതയിലും ഒക്കെ കാര്യമുണ്ട്. പക്ഷെ എല്ലാ വിമർശനങ്ങളും അത്തരത്തിലല്ല. മാധ്യമങ്ങൾ വിമർശനങ്ങൾക്ക് അതീതരല്ല. അവർ നന്നായി വിമർശിക്കപ്പെടേണ്ടതുണ്ട്. കാരണം മാധ്യമ പ്രവർത്തനം എന്നത് പലരെയും സംബന്ധിച്ചിടത്തോളം ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയുള്ള മാമാപ്പണി മാത്രമായി അധപ്പതിച്ചിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സാമാന്യമായിട്ടുള്ള വസ്തുതകൾ പരിശോധിച്ച് നോക്കിയാൽ മതി. ഇവരെന്താണ് ചെയ്യുന്നത്? ആരെങ്കിലുമൊക്കെ പറയുന്നത് വിളിച്ചു പറയുക. പ്രത്യേകിച്ചും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരു ഉത്തരവാദിത്വമില്ലാതെ ആരെങ്കിലുമൊക്കെ ആരോപിക്കുന്ന സംഗതികൾ, അതിന്റെ തെറ്റുശരികൾ ഒന്ന് പരിശോധിക്കുക പോലും ഇല്ലാതെ ഈ ചാനലുകളിലൂടെയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വിളമ്പിത്തരിക എന്ന് പറഞ്ഞാൽ അത് എത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനമാണ്? അതല്ലല്ലോ അവരുടെ ചുമതല. അവർക്ക് അതിൻ്റെ അകത്തെ നെല്ലും പതിരും വേർതിരിച്ചറിയാൻ കഴിയണം. ആരോപണങ്ങൾ വരുമ്പോൾ അത് തെറ്റായിട്ടുള്ളതാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയണം. എന്ന് മാത്രമല്ല, യഥാർത്ഥ സാമൂഹ്യ പ്രശ്നങ്ങൾ ശ്രദ്ധ ആകർഷിക്കേണ്ട, സർക്കാരിന്റെ, ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കേണ്ട വിഷയങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നതും ഉത്തമമായ മാധ്യമ പ്രവർത്തനമാണ്. ആര് ചെയ്യുന്നു? ഇപ്പോൾ നമുക്കറിയാം, കനത്ത പേമാരിയും മഹാവ്യാധിയും, കൊറോണ എന്ന മഹാവ്യാധി, COVID-19 വ്യാപനവുമെല്ലാം ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവയെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം പാടെ വിസ്മരിക്കുന്നു. അത്തരത്തിലുള്ള സംഗതികളെ കുറിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇവർ കൊട്ടിപ്പോഷിച്ചുകൊണ്ടുവന്നാണ് എല്ലാ സംഗതികളും മാധ്യമങ്ങൾക്ക് വിധേയമാകണം. സ്വർണ്ണക്കള്ളക്കടത്ത്, ഇന്ന് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ സംഗതികൾ ആരന്വേഷിക്കുന്നു? ആരതിനെക്കുറിച്ച് പറയുന്നു? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പരിയമ്പറത്ത് ചുറ്റി നടന്ന് മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. എല്ലാ ആരോപണവും മുനയൊടിഞ്ഞ് തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകർ വീണ്ടും വീണ്ടും പഴയത് ആവർത്തിച്ച് കള്ളത്തരങ്ങൾ പല പ്രാവശ്യം പറയുമ്പോൾ, ഇത് ഫാസിസ്റ്റുകൾ, ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റുകളുടെ ഗീവൽസീൻ തന്ത്രങ്ങൾ മാത്രമല്ല, അവർ മാധ്യമങ്ങളിലൂടെയും അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. തെളിയിക്കപ്പെട്ട കള്ളങ്ങൾ ഇവരുടെ തന്നെ മാധ്യമങ്ങളിലൂടെ അത് കള്ളത്തരമാണെന്ന് ഉള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും. പക്ഷെ അത് തന്നെ വീണ്ടും വീണ്ടും ചാനൽ ചർച്ചകളിൽ പ്രതിപക്ഷമോ അല്ലെങ്കിൽ BJPയോ ആവർത്തിക്കും. ആ സംഗതികൾ മാധ്യമങ്ങൾ വിളമ്പും, അല്ലെങ്കിൽ അവിടെ നിഷ്ക്രിയരായിട്ടിരിക്കും, നോക്കി നിൽക്കും. അടിയുണ്ടാകുമ്പോൾ, കള്ളത്തരം വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അസത്യം വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാഴ്ചക്കാരായിരിക്കുക എന്നതാണോ മാധ്യമത്തിന്റെ ഉത്തരവാദിത്വം? ഇപ്പോഴെന്താ ഏറ്റവും പുതിയ പ്രശ്നം? മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ആക്രമിക്കുന്നു. ആദ്യം പത്രസമ്മേളനം നടത്തുന്ന എത്ര മുഖ്യമന്ത്രിമാരുണ്ട്? ജനങ്ങളുടെ മുമ്പിൽ ദിവസവും വന്ന് സംസാരിക്കാൻ ചങ്കറപ്പുള്ള എത്ര മന്ത്രിമാരുണ്ട്? ഇന്ത്യൻ പ്രധാനമന്ത്രി എത്ര പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്? അതിനെക്കുറിച്ച് ആരെങ്കിലും ചോദ്യം ചെയ്തു? ഒരു പത്രസമ്മേളനമില്ല. ജനങ്ങളോട് അത്തരം ബാധ്യതകളൊന്നും അദ്ദേഹം നിർവഹിക്കുന്നില്ല.
മാധ്യമപ്രവർത്തകർക്കെതിരെ എന്തെല്ലാം നടപടികൾ ഉണ്ടായിട്ടുണ്ട്? സത്യം എഴുതിയതിന്റെ പേരിൽ എത്രയോ മാധ്യമപ്രവർത്തകരെ അകറ്റി നിർത്തിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ടില്ല മാധ്യമങ്ങൾക്കെതിരെ നടപടിയെടുത്തില്ല. 2 മാധ്യമങ്ങളെ കുറച്ച് സമയത്തേക്ക് പ്രവർത്തനം തടഞ്ഞില്ലേ? ഇവിടെ ഏത് മാധ്യമവും പ്രതിഷേധിച്ചു. അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു 2 മണിക്കൂർ പ്രവർത്തനം നിർത്തിവെക്കുവാൻ ഈ മാധ്യമങ്ങൾ ആരെങ്കിലും തയ്യാറായി? അതൊന്നും തയ്യാറാകത്തില്ല. പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങളില്ല, മറ്റാരോടും ചോദ്യങ്ങളില്ല. ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടുത്തെ മുഖ്യമന്ത്രിയെ മാത്രം പ്രതിക്കൂട്ടിലാക്കുക. നമ്മൾ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുകയല്ല, മുഖ്യമന്ത്രിയെ കുറിച്ച് നമുക്ക് വിമർശനമുണ്ട്. ഇത് കരുതിക്കുട്ടിയുള്ള സംഗതിയാണ്. വിമോചന സമരമൊക്കെ കണ്ട പ്രസ്ഥാനത്തിന്റെ ആൾക്കാരാണ്. അത്തരം സംഗതികൾ ഉണ്ടാകും. ഒരു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ എവിടെയൊക്കെ ഏകോപനം ഉണ്ടാകുമെന്നും അത് ആർക്കൊക്കെ എതിരെ ഉണ്ടാകുമെന്നും മുൻകൂട്ടി കാണുവാൻ ഇടതുപക്ഷത്തിന് കഴിയണം. എല്ലാ സംഗതികളും ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിട്ട് പാർട്ടിയെ നോക്കുകുത്തിയാക്കിയല്ല വേണ്ടത്. പാർട്ടിയാണ് ഭരിക്കുന്നത്. പാർട്ടിയെയാണ് ജനങ്ങൾ അധികാരത്തിലേക്കിരിക്കുന്നത്. പാർട്ടിയുടെ പ്രകടന പത്രികയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ചങ്കുറപ്പുണ്ടെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തന പത്രിക ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുക, ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നടപ്പിലാക്കുക. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഗവൺമെന്റ് തീർച്ചയായിട്ടും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അതിനെ പുറമേക്ക് നോക്കുവാൻ അവിടുത്തെ തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ദീർഘനാളുകളായി അധികാരത്തിൽ തുടരുന്ന ഉദ്യോഗസ്ഥന്മാർ 5 വർഷം കൂടുമ്പോൾ അവരെ ആരും തെരഞ്ഞെടുക്കുന്നില്ല. പഴയ ആൾക്കാർ ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ആൾക്കാർ തന്നെയാണ് പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉദ്യോഗസ്ഥരായിട്ടുള്ളത്. അതായത് അവരുടെ ചെയ്തികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ജനകീയ ഇടപെടലുകൾ ഉണ്ടാവണം. അത് ഒരു ഇടതുപക്ഷ സർക്കാരിനെ പാർട്ടിയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അവിടെയൊക്കെ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് തെറ്റാണോ ശരിയാണോ എന്ന് വിലയിരുത്തേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ടോ? അതേപോലെ ഈ മാധ്യമ പ്രവർത്തനങ്ങൾ, അവരിൽ നിന്ന് നമ്മൾ ഇവിടുത്തെ മാധ്യമ പ്രവർത്തനം എത്തരത്തിലുള്ളതാണ്? മൊത്തത്തിൽ വ്യവസ്ഥിതി ജീർണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു തൂണാണെന്ന് കണക്കപ്പെടുന്ന പത്രപ്രവർത്തനത്തിലും ജീർണതകൾ വരും. അതിന്റെ ആൾക്കാരുടെ നിലവാരത്തിലും ആ ശോഷണം ഉണ്ടാകും. അത് മനസ്സിലാക്കി അവർക്ക് അതേ രീതിയിലുള്ള മറുപടിയല്ല. ഒരു ഇടതുപക്ഷത്തെ നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഒരു മുഖ്യമന്ത്രി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറെ ബുദ്ധിമുട്ടുള്ളതാണ്. അതായത് അവിടെ ആടിനെ പട്ടിയാക്കും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കുറച്ചുകൂടെ ലളിതമായ രീതിയിൽ അല്ലെ കുറച്ചുകൂടെ ഈ എന്താ പറയണ്ടേ ആക്രോശവും ഒക്കെ മാറ്റിവെച്ച് കുറെ കൂടെ സമചിത്തതയോടെ മറുപടി പറയണം എന്ന് തന്നെയാണ്. അവരോട് ആക്രോശിക്കുകയൊന്നും വേണ്ട, അങ്ങനെ ആക്രോശിക്കുകയല്ല, മറുപടി പറയുകയാണ്. തന്റെ മടിയിൽ ഒന്നും കരുതിയിട്ടില്ല, മടിയിൽ കനമൊന്നുമില്ല എന്നറിയാവുന്നത് കൊണ്ട് മുഖ്യമന്ത്രി ആ ഉറപ്പുമേൽ വളരെ ശക്തമായി മറുപടി പറയുന്നു. പക്ഷെ അതിനെ മറുപക്ഷം ആക്രോശമായിട്ടൊക്കെ എടുക്കുമ്പോൾ അതിനുള്ള പഴുത് കൊടുക്കാതിരിക്കാൻ വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ശ്രദ്ധിക്കാം. പക്ഷെ നമ്മുടെ മാധ്യമപ്രവർത്തകർ എന്താ ചെയ്യുന്നത്? ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. കാതലായ ജനകീയ വിഷയങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടായി അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഈ ഗവൺമെന്റ് 2 ലക്ഷം വീടുകൾ 2,14,000 ഭവനങ്ങൾ നിർമ്മിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സാധുക്കൾക്ക്, ഭവനരഹിതർക്ക്, വീടില്ലാത്തവർക്ക്, വസ്തു ഇല്ലാത്തവർക്ക് 2,14,000 വീടുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനകരമായ ഒരു വസ്തുതയല്ലേ. വളരെ ക്വാളിറ്റിയുള്ള നിലവാരമുള്ള വീടുകൾ വെറുതെ പണിയുകയല്ല ചെയ്തത്. ഒന്ന് പരിശോധിച്ചു, അതിന്റെ ചിത്രങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്, എത്ര ചാനലുകൾ അതിനെക്കുറിച്ച് വലിയ വാർത്തയാക്കി കൊടുത്തിട്ടുണ്ട്. ഓർക്കുക, ഈ ദുരന്ത കാലത്ത് ചെയ്തതാണ്. നമുക്ക് അതിലേക്ക് വരാം. എല്ലാവരും മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും പണി മാത്രമാണ്. അതിനെ വിമർശിക്കും. അപ്പോൾ ഓർക്കുക, വ്യക്തിപരമായ അധിക്ഷേപങ്ങളോട്, അശ്ലീലം കലർന്ന പരാമർശങ്ങളോട്, സ്വകാര്യതയിലേക്ക് കടന്നു ചെന്ന് ആക്രമിക്കുന്നതിനോടൊന്നും നമുക്ക് തീർത്തും യോജിപ്പില്ല. അതിനൊക്കെ എതിരെ നടപടിയെടുക്കണം. പക്ഷെ മാധ്യമങ്ങളെ വിമർശിക്കും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് നമുക്ക് തുടക്കം മുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് കെ സുരേന്ദ്രനാണ് വളരെ ഭയങ്കര ആധികാരികമായി അദ്ദേഹത്തിന്റെ ശരീരഭാഷയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കസ്റ്റംസിലേക്ക് വെളിയുണ്ടായി. ഒളിഞ്ഞില്ലേ? 8 നിലയിൽ പൊട്ടിയില്ലേ? വീണ്ടും അത് എത്ര കാലം ചർച്ച ചെയ്ത് നിങ്ങൾ ആഘോഷിച്ചു? അവിടെയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ മാമപ്പടി. നിങ്ങൾ തന്നെ മനസ്സിലാക്കിയത് കള്ളത്തരമാണ്, അതിനകത്ത് വസ്തുതയില്ല. കൃത്യമായി സംഗതികൾ വെളിപ്പെട്ടു. ഇപ്പൊ എത്ര നാൾ കഴിഞ്ഞു ഈ കേസ് വന്നതിന് ശേഷം? എത്ര നാൾ കഴിഞ്ഞു? ഏകദേശം 1 മാസം കഴിഞ്ഞിരിക്കുന്നു. എന്ത് തെളിവാണ് നിങ്ങൾക്ക് അതിനു വേണ്ടി നിരത്താനുള്ളത്? ഈ കെ സുരേന്ദ്രൻ പറയുന്നത് കേട്ടാത്തൊന്നും അദ്ദേഹത്തിന്റെ കയ്യിലെല്ലാം ഉണ്ട്. ഒന്നുകിൽ ജനങ്ങളോട് പറയണം, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര ഏജൻസികളോട്. അദ്ദേഹത്തിന്റെ പരാമർശത്തെ തുടർന്നാണ് മുഖ്യമന്ത്രി NIA അന്വേഷണം എന്നല്ല, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. കേന്ദ്രം NIA ചുമതലപ്പെടുത്തി. കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട്. കെ സുരേന്ദ്രൻ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്താണ് കൃത്യമായ തെളിവുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടെന്നുള്ളത്? വീണ്ടും നിങ്ങൾ അത് വെച്ച് ആഘോഷിച്ചു, അന്തിച്ചർച്ചകളിൽ ആഘോഷിച്ചു. മാന്യമായ പത്രപ്രവർത്തനമാണെങ്കിൽ ആദ്യം പറഞ്ഞു ശരി തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ശരിയായ വിവരം കിട്ടാത്തതുകൊണ്ട് പറഞ്ഞു.
പക്ഷെ അതിന് നിജസ്ഥിതി അന്വേഷിച്ച് ഇതാണ് നിജസ്ഥിതി എന്ന് പറയാനായിട്ടുള്ള ഉത്തരവാദിത്വം പത്രങ്ങൾക്കുണ്ടോ? അങ്ങനെ ആരും വിളിച്ചതായിട്ട് ഇതുവരെ ഞങ്ങളുടെ അറിവിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാനെങ്കിലുള്ള ഉത്തരവാദിത്വം ഉണ്ടോ? ഈ ചാനൽ ചർച്ചയിൽ കൊമ്പ് ഓർക്കുമ്പോൾ നിങ്ങളത് ചെയ്യുന്നുണ്ടോ? വീണ്ടും ശിവശങ്കരൻ അയാളെ ഒപ്പ് നിന്നിട്ടുണ്ടെങ്കിൽ അയാൾ വെള്ളം കുടിക്കും. പക്ഷെ ഇതുവരെ 1 മാസമായി സ്വപ്ന സുരേഷുമായി സൗഹൃദ ബന്ധമുണ്ട്, വളരെ അടുത്ത ബന്ധമുണ്ട്, എല്ലാം ഉണ്ട്. അതല്ലാതെ എന്ത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും? സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, അദ്ദേഹത്തിന്റെ മൊഴികളിൽ പരസ്പര വൈരുദ്ധ്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെന്നൊക്കെ നിങ്ങൾ എത്ര വട്ടം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. നിങ്ങൾ വസ്തുതകൾ പറയുക, അല്ലെങ്കിൽ അതിനടിസ്ഥാനമായി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷണം നടത്താം. ഇതൊന്നും ചെയ്യാതെ അവിടെ ഇവിടെയും കേൾക്കുന്നത് പാടിപ്പുകഴ്ത്തുക, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രതിപക്ഷത്തിന് 2 മാസം കഴിഞ്ഞ് വരുമ്പോഴുള്ള ഇലക്ഷൻ മാത്രമാണ്. ഇവിടുത്തെ പകർച്ചവ്യാധിയോ മാരിയോ ഒന്നും അല്ല അവർക്ക് പ്രശ്നം. പേമാരിയും വെള്ളപ്പൊക്കവും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് വേണ്ട പശ്ചാത്തലം അവിടെയാണ്. നിങ്ങൾ വളരെ കരുതിക്കൂട്ടി ചെയ്യുന്ന പരിപാടിയാണിത്, പ്ലാൻ ചെയ്ത പരിപാടിയാണിത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എത്രയെത്ര കാര്യങ്ങൾ, ഓരോ ആരോപണങ്ങൾ കൊണ്ടുവരിക, അത് പോളിഷായി പോകും. എത്രയെത്ര കാര്യങ്ങൾ ഇതുപോലെ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കി. അങ്ങനെ എന്ന് മാത്രം ഇനി ഇതിന്റെയൊക്കെ സീമകൾ വിട്ട് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരെ ആക്രമിച്ചില്ലേ? വെറും പൈങ്കിളി കഥകൾ ചമച്ചില്ലേ നിങ്ങൾ? സ്വപ്ന സുരേഷ് നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. UAE-യുടെ കോൺസുലേറ്റ് ഓഫീസിലെ പ്രധാനപ്പെട്ട ആളാണ്. അവർ അവിടുന്ന് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ട് പോലും അവർ ചെയ്യുന്ന ചെറിയ സേവനങ്ങൾക്ക് 75,000 രൂപയാണ് പ്രതിമാസം ഈ UAE കോൺസുലേറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ആ സ്ത്രീ അവരുടെ എല്ലാ പ്രവർത്തനവും അവരിലൂടെയാണ് കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് സ്വാഭാവികമായി കേരളത്തിലെ എല്ലാ ഉന്നതന്മാരായ ആൾക്കാരുമായിട്ടും പരിചയം ഉണ്ടാവും. അവർ പല വേദികളിലും വരും. ആ വേദികളിൽ നിൽക്കുന്ന ഫോട്ടോയൊക്കെ വെറുതെ കാണിക്കുക മാത്രമല്ല, വളരെ ബോധപൂർവ്വം ചില ആൾക്കാരെ മറച്ചും ചില ആൾക്കാരെ കാട്ടി പൈങ്കിളി ചമയ്ക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ? ഇത് മഞ്ഞപ്പത്രത്തെക്കാൾ അധപ്പതിച്ച പ്രവർത്തനമല്ലേ? പത്രങ്ങൾ മറുപടി പറയണം. നിങ്ങൾ ചെയ്തില്ലേ? നിങ്ങൾ മാപ്പ് പറഞ്ഞില്ലേ? കോൺഗ്രസ് നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രിയുടെ മകളുടെ കല്യാണത്തിന്റെ ഗ്രൂപ്പ് ഫോട്ടോയിൽ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ ഭാര്യയുടെ ചിത്രം മോർഫ് ചെയ്തില്ലേ? സ്വപ്ന സുരേഷിന്റെ തലചേർത്ത് ചെയ്തില്ല? നിങ്ങൾ പറയേണ്ട കാര്യമാണ്. ദീപ്തി മേരി വർഗീസ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. അവരാണ് ഈ മോർഫിംഗ് നടത്തിയത്. ബിന്ദു കൃഷ്ണ കൊല്ലം DCC പ്രസിഡന്റാണ്, കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തക. അത് ഫോർവേഡ് ചെയ്യും. നേതാക്കന്മാരാണ്, സാധാരണ അണികളല്ല. ഇന്ന് സൈബർ ആക്രമണത്തിന്റെ പേരിൽ അണികൾ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ അപലപിക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കളാണ്. നിങ്ങൾ പത്രങ്ങൾ ചൂട്ടുപിടിച്ചില്ലേ? അത് വ്യാജമാണ്, അത് മോർഫിംഗ് ആണ്, കുറ്റകൃത്യമാണെന്ന് അറിഞ്ഞിട്ടും പിന്നെയും ചാനൽ ചർച്ചയിൽ ഇരുന്നവർ പറഞ്ഞിട്ട് നിങ്ങൾ എതിർത്തോ? ഇല്ല, നിങ്ങൾ കളി കാണുകയായിരുന്നു. മാറി നിന്ന് കളി കാണുകയാണ്, വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കാണുകയാണ്. ഏതവസരത്തിൽ? കേരളം അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാണോ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം? അതിനുശേഷം ഏറ്റവും ഒടുവിലായി ലൈഫ് മിഷനെ കുറിച്ചുള്ള സംഗതികൾ. അവിടെ ലൈഫ് മിഷൻ, UAE എന്നുള്ള പണം, അല്ലെങ്കിൽ റെഡ് ക്രസന്റ് 1 കോടി, സ്വപ്ന. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? ഇതൊക്കെ കേട്ട് ജനങ്ങൾ കുറെ നേരം ഇത് കേൾക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയോ കാര്യമുണ്ട്. മുഖ്യമന്ത്രി വീണ്ടും ഇവരിങ്ങനെ കള്ളത്തരങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചാനലുകളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ചർച്ച ചെയ്യണം. അതിനിടയ്ക്ക് വസ്തുതകൾ ജനങ്ങളെ ധരിപ്പിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, 2,14,000 വീടുകൾ കോൺഗ്രസ് നേതാക്കൾ വന്നിരുന്നു, നിങ്ങളുടെ ചാനലിൽ വന്നിരുന്ന അവകാശം ഉന്നയിച്ചു. 80,000 വീടുകൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വെച്ചതാണ്. ശരിയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 80,000 വീട് എങ്ങനെ? കേന്ദ്രം 1.5 ലക്ഷം രൂപ കൊടുത്തു. 2 ലക്ഷം രൂപയായിരുന്ന പദ്ധതിയുടെ 50,000 രൂപ അവരൊരു ഗുണഭോക്താവിന്റെ വിഹിതം കേരള സർക്കാർ സംഘടിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. പാവങ്ങൾക്കില്ലല്ലോ. ആ 50,000 രൂപ കയ്യിലുള്ളവൻ ഈ 1.5 ലക്ഷം മേടിച്ച് പണിതോളെന്നും പറഞ്ഞ് നിങ്ങൾ കുറച്ച് പേർക്ക് കൊടുത്തു. 80,000 വീടുകൾ സ്റ്റാർട്ട് ചെയ്തു. 50,000 പോയിട്ട് 5,000 പോലും ഇല്ലാത്ത ആൾക്കാർ കെട്ടിടങ്ങളെല്ലാം ഇടയ്ക്ക് വെച്ച് പണി നിർത്തി. നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല. നിങ്ങളിങ്ങനെ ജനങ്ങളോടുള്ള കടമ, ഉത്തരവാദിത്വം ഇങ്ങനെ നിങ്ങൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം നിർവഹിക്കുന്ന ആൾക്കാരാണ് എന്ന് പറയാൻ തെറ്റുണ്ടോ? നിങ്ങൾ പൂർത്തീകരിച്ചില്ല. 5 വർഷം ഉണ്ടായിട്ട് നിങ്ങൾ പൂർത്തീകരിച്ചില്ല. പണി പലയിടത്തും നിർത്തിവെച്ചു. ആ 80,000 വീടുകൾ പണം കണ്ടെത്തി 4 ലക്ഷത്തിന്റെ വീടുകളാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് കേരള ഗവൺമെന്റ് ആസൂത്രണം ചെയ്തത്. പണം പലയിടത്തുനിന്ന് വരുന്നതായിരിക്കും. ജനങ്ങൾ നികുതി കൊടുക്കുന്നതാണ്. കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾ കൊടുക്കുന്ന നികുതിയാണ് ഇവിടെ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും, എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും. പക്ഷെ അത് എങ്ങനെ നിർവഹിക്കുന്നു, അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ സർക്കാരുകളെ അധികാരത്തിലേക്ക് വെക്കുന്നത്. റേഷൻ നമ്മൾ ഇത് കൊണ്ടുപോയി കഴിക്കുന്നുണ്ട്. എന്റെ വീട്ടിലും റേഷനാണ് കഴിക്കുന്നത്. എനിക്ക് അഭിമാനത്തോടെ നല്ല ചോറാണ് കഴിക്കുന്നതെന്ന് കഴിക്കാം. പുഴുവുള്ള അരിയല്ല കിട്ടുന്നത്.
അത് ഉറപ്പാക്കേണ്ടത് ഭരണകൂടത്തിന്റെ ചുമതലയാണ്, ഭരിക്കുന്നവരുടെ ചുമതലയാണ്, ഉത്തരവാദിത്വം. ആ 80,000 വീടുകൾ തന്നെയാണ് 2,14,000 അത് പൂർത്തീകരിച്ചു. അതിന്റെ ബാക്കി പണം കണ്ടെത്തി. ആ 80,000 വീടുകൾ മാത്രമല്ലല്ലോ പ്രശ്നം. ആ 80,000 വീടുകൾക്ക് ശേഷം 2,14,000 വീടുകൾ, അതിൽ 80,000 ഇതുകൂട്ട് ഇടയ്ക്ക് വെച്ച് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണി നിർത്തി വെച്ച വീടുകളാണ്. അത് പൂർത്തീകരിച്ചു. മാത്രമോ ബാക്കിയുള്ള വീടുകൾ എങ്ങനെ പണിതു? കേന്ദ്രത്തിന്റെ ആൾക്കാർ പറയുന്നു ഞങ്ങളാണ് എല്ലാം ചെയ്തത്. ശരിയാണ്, എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാവരും നികുതി കൊടുക്കുന്ന, ജനങ്ങൾ നികുതി കൊടുക്കുന്ന എല്ലാ സർക്കാരുകളുടെയുമാണ്. പക്ഷെ അത് ഭരണകൂടം, ഭരിക്കുന്ന സർക്കാർ എങ്ങനെ നിർവഹിക്കുന്നു എന്നതാണ് പ്രശ്നം. കേന്ദ്രം ഗ്രാമപ്രദേശങ്ങളിൽ വീട് വയ്ക്കുന്നതിന് എത്ര കൊടുക്കുന്നു? 75,000 രൂപ കൊടുക്കുന്നുള്ളൂ. 4 ലക്ഷത്തിന്റെ വീട് ഇവിടെ ആ പ്രൊജക്ട് ഉണ്ടാക്കിയത് കേരള ഗവൺമെന്റ് ആണ്. 4 ലക്ഷമെങ്കിലും വേണം വീട്. 2 ലക്ഷം രൂപയ്ക്ക് വീട് പണിതാലൊന്നും ആവില്ല. മാന്യമായി കയറി കിടക്കണമെങ്കിൽ, ഒരു പാർപ്പിടം ഉണ്ടാക്കണമെങ്കിൽ, ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 4 ലക്ഷം രൂപ വേണം. അത് കേരള ഗവൺമെന്റിന്റെ തീരുമാനമാണ്. അതിനായി ഗ്രാമപ്രദേശങ്ങളിൽ 75,000 രൂപ മാത്രമേ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുള്ളൂ. അതിനു മുകളിലുള്ള പ്രദേശങ്ങളിൽ 1.5 ലക്ഷം രൂപ. ബാക്കി കേരള സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വത്തിലാണ് കണ്ടെത്തുന്നത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാകാം, മറ്റ് ഏജൻസികളാകാം, എവിടെ നിന്ന് കിട്ടുന്നത് സംഘടിപ്പിച്ച് ഇതിന് അയൽക്കൂട്ടങ്ങളെയും കുടുംബശ്രീകളെയും ഒക്കെ ഉൾപ്പെടുത്തി, അവരുടെ സേവനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പിലാക്കുന്നത്. അത് നടപ്പിലാക്കുക എന്നതാണ്. അതിനാണ് കേരള സർക്കാരിനെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇത്തരം സംഗതികൾ നടപ്പിലാക്കാനായിട്ടാണ്. ജനങ്ങൾ നികുതി കൊടുക്കും, കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും. ആ പണം എങ്ങനെ ചെലവഴിക്കപ്പെടുന്നു എന്നിടത്ത് തന്നെയാണ് പ്രശ്നം. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമല്ലേ 2,14,000 വീടുകൾ ഭവനരഹിതർക്ക്, ഭൂരഹിതർക്ക്, കയറിക്കിടക്കാൻ കിടപ്പാടമില്ലാത്തവർക്ക് ലഭിക്കുക എന്നുള്ളത്. അതൊരു സർക്കാരിന് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ സർക്കാരിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? നിങ്ങളിൽ എത്ര പേരത് ചെയ്തു? എത്ര പേർ ആ വീടുകൾ ജനങ്ങളെ കാണിച്ചു കൊടുത്തു? സർക്കാരിന്റെ ആ നേട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. സർക്കാരിന്റെ നേട്ടം വെച്ചാൽ ജനങ്ങളുടെ നേട്ടമാണ്. ശരിയാണ്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നമ്മൾ പറഞ്ഞു, ചെയ്തിട്ടിന്റെ തുടർച്ചയാണ് പല സംഗതികളും. അത് 2 ലക്ഷത്തിന് തീർക്കാൻ വെച്ചിരുന്ന വീടുകൾ, തീരാതെ കിടന്നിരുന്ന വീടുകൾ 4 ലക്ഷത്തിന് തീർത്തു കൊടുത്തു. വീണ്ടും 5 ലക്ഷം വീടുകളാണ് പണിയേണ്ടത്. 5 ലക്ഷം ആൾക്കാർക്കാണ് കയറി കിടക്കാൻ ഇടമില്ലാത്തത്. അതിന് സർക്കാരിന് പല ഭാഗത്തു നിന്നും സമാഹരണം നടത്തേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ഫണ്ട് കൊണ്ടൊന്നും ആവില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സഹായിക്കുവാൻ സന്മനസ്സുള്ള പലരിൽ നിന്നും സഹായം സ്വീകരിക്കുന്നു. മാതൃഭൂമി വീട് വെച്ച് കൊടുക്കുന്നു, ഫെഡറൽ ബാങ്ക് വീട് വെച്ച് കൊടുക്കുന്നു. അങ്ങനെ പല ആൾക്കാരിൽ നിന്നും സമാഹരിച്ചാണ് ഇത് പണിയുന്നത്. അക്കൂട്ടത്തിലാണ് UAE പോവുകയും മുഖ്യമന്ത്രി അവിടുത്തെ റെഡ് ക്രസന്റുമായിട്ട്, റെഡ് ക്രസന്റ് എന്ന് പറഞ്ഞാൽ റെഡ് ക്രോസിന്റെ ഒരു ഭാഗം തന്നെയാണ്. മുസ്ലിം രാഷ്ട്രങ്ങളിൽ റെഡ് ക്രസന്റ് എന്നാണ് അറിയപ്പെടുന്നത്. റെഡ് ക്രസന്റ് മാത്രമല്ല, UAE റെഡ് ക്രസന്റിന്റെ ഭാരവാഹികൾ, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത് അവിടുത്തെ ഭരണാധികാരികളുടെ കുടുംബത്തിലെ അംഗങ്ങളാണ്, പ്രമുഖരാണ്. അവരാണ് കേരളത്തെ സഹായിക്കാവുന്ന ഏറ്റത്. 20 കോടിയുടെ 140 വീടുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 140 വീടുകൾ പണി പൂർത്തീകരിച്ച് കേരള സർക്കാരിന് നൽകാമെന്നുള്ളതാണ് എഗ്രിമെന്റ്. ആ എഗ്രിമെന്റിൽ അവരാണ് വീട് പണി തീർക്കുന്നത്. അവരതാർക്കോ കോൺട്രാക്ട് കൊടുത്തു. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും UAE കോൺസുലേറ്റിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ സംഗതികളും നടപ്പിലാക്കുന്നതിൽ സ്വപ്നയ്ക്ക് പങ്കുണ്ട്. സ്വപ്നയ്ക്ക് അവർ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടും മാസം 75,000 രൂപ വെച്ച് കൊടുത്ത് കൂടെ നിർത്തിയിരിക്കുകയാണ്. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വന്നതിന് ശേഷം ഏകദേശം ഒരു ദിവസം 120 പ്രാവശ്യം ആ ഓഫീസിൽ നിന്ന് സ്വപ്നയെ വിളിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ബന്ധമുള്ള, ഉത്തരവാദിത്വമുള്ള ഒരാളാണ് സ്വപ്ന സുരേഷ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കള്ളക്കടത്ത് കേസിൽ പ്രതിയാകുന്നത് വരെ നമുക്കറിയാവുന്ന കാര്യമാണത്. നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. നിങ്ങളിലൂടെയൊക്കെ തന്നെ നടന്ന കേസിന്റെ ചോദ്യം ചെയ്യലിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള, അന്വേഷണങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള സംഗതിയാണ്. ആ സ്വപ്ന സുരേഷ് സ്വാഭാവികമായിട്ടും UAE അല്ലെങ്കിൽ റെഡ് ക്രസന്റ് കേരളത്തിൽ 140 വീടുകൾ പണിഞ്ഞു കൊടുക്കാൻ പോകുമ്പോൾ അത് പണിയുവാനായിട്ട് കോൺട്രാക്ടറെ കണ്ടെത്താനായിട്ട് സ്വപ്ന സുരേഷിന്റെ സഹായം അവർ സ്വീകരിച്ചിരിക്കാം. അതിലൂടെ അവർക്ക് എന്തെങ്കിലും ഉപഹാരങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതായിരിക്കാം ഈ 1 കോടി. അതിലെന്തെങ്കിലും സൗഹൃദത്തിന്റെ പേരിൽ ഈ ശിവശങ്കറിന് കൊടുത്തിട്ടുണ്ടോ, അയാൾക്ക് പങ്കുണ്ടോ എന്ന് നമുക്കറിയില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ അത്രയും അതുപോലുള്ള ഉപഹാരങ്ങളുടെ പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം വേണം. അത് വരട്ടെ. ഇതുവരെ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെന്റ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അന്വേഷണം നടക്കുകയാണ്. അത് വെളിപ്പെടുത്തുന്നതനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാവും. അതല്ലേ വസ്തുത. ഇതൊന്നും നിങ്ങൾ ഇവരെ വൈകുന്നേരത്തെ അതിചർച്ചയിൽ വന്നിരുന്ന 1 കോടി മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു മുഖ്യമന്ത്രി 1 കോടി വാങ്ങിച്ചു നാട്ടി തീർക്കും. നിങ്ങളൊരു ചൊക്കും ചെയ്യില്ല. നിങ്ങൾക്കറിയാം വസ്തുതകൾ.
BJPയും കോൺഗ്രസും ഒക്കെ ഇങ്ങനെ ആർമാദിക്കുമ്പോൾ അത് അനുവദിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ കൈയും കെട്ടി മറിഞ്ഞിരിക്കും, അല്ലെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. അതാണ് മാധ്യമങ്ങളുടെ മാമാപ്പണി. ഈ മാമാപ്പണി ജനങ്ങൾ തിരിച്ചറിയും, നിങ്ങളെ വിമർശിക്കും. നിങ്ങളിലൂടെ അല്ല ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളിലൂടെ അല്ല ഇന്ന് വാർത്തകളും യഥാർത്ഥ വാർത്തകൾ, ഇവിടുത്തെ നിങ്ങൾക്ക് താല്പര്യമുള്ള വാർത്തകളെ നിങ്ങൾ വാർത്തകളാക്കുന്നുള്ളൂ. പല മേഖലകളിലും ഇവിടെ അശരണരായ ആൾക്കാരുടെ സമരങ്ങൾ, പോരാട്ടം, ജനങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത്, ജനങ്ങൾ ആക്രമിക്കപ്പെടുന്നത്, അവന്റെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ, അതൊക്കെ ആദ്യയുടെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളാണ് ആദ്യം കൊണ്ടുവരുന്നത്. കാരണം അവർക്ക് പരസ്യത്തിന് ബാധ്യതകളില്ല, ആരുടെയെങ്കിലും ചേടിവേല ചെയ്തല്ല അവർ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിമർശിക്കപ്പെടും, വിമർശിക്കപ്പെടണം, നിങ്ങൾ നന്നാവണം. നിങ്ങൾ വിമർശനത്തിന് അതീതരല്ല, നിങ്ങൾ വിശുദ്ധ പശുക്കളല്ല. രാഷ്ട്രീയക്കാരെ പോലെ തന്നെ ചോദ്യം ചെയ്യുവാൻ, നിങ്ങളെയും ചോദ്യം ചെയ്യുവാൻ ജനങ്ങൾക്ക് അർഹതയുണ്ട്, അവരത് നിർവഹിക്കും. പക്ഷെങ്കിൽ അത്തരം വിമർശനങ്ങൾ വ്യക്തിഹത്യയോ അസഹിഷ്ണുതയോ അതല്ലെങ്കിൽ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമോ ലൈംഗികമായ അവഹേളനങ്ങളോ ഒന്നും ആകാതെയിരിക്കണം. അങ്ങനെ ചെയ്താൽ അത്തരക്കാരെ കർക്കശമായി നേരിടുകയും വേണം. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ വിശുദ്ധ പശുക്കളാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.